മീനുണ്ടാ മീൻ എടുത്തു. ആ പൊങ്ങിയാണ് നമുക്ക് അത്ര നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് മീൻ അടിച്ചിട്ടുണ്ട് കേട്ടാ. എടാ ഞാൻ അങ്ങോട്ട് തിരിച്ചു വെക്കാൻ പോയത്, എൻ്റെ ചൂണ്ടടിച്ചപ്പോൾ എൻ്റെ അത് മാറിയതാ. നല്ല ബുക്കാണ്, ഇതിച്ചിരി വലുതാണ്. ഹായ് ഗായ്സ്, ഫിഷിംഗ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് ചൂണ്ടയുടെ സ്പോട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ കേട്ടോ ഇൻട്രോ ഒക്കെ എടുക്കണത്. അന്ന് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ചൂണ്ട വെക്കാനുള്ളൊരു സെറ്റപ്പും പിന്നെ അതേപോലെ നമ്മളിങ്ങോട്ട് വന്ന വഴിയൊക്കെ മൊത്തം വെള്ളം കയറും. ഇവിടെ ഏറ്റവും കയറുമ്പോൾ വെള്ളം കയറും. അപ്പോൾ അവിടെ കുറച്ച് ഓലയൊക്കെ വെട്ടിയിട്ട് ഇനിയിപ്പോൾ നമുക്ക് വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി ഒരു ഷെഡ് പോലെ ചുമ്മാ ഒന്ന് നൈസായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റിയ രീതിയിലൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാനൊക്കെ ആയിട്ട് കുറേ കമ്പും കാര്യങ്ങളൊക്കെ വെട്ടി ആകെ വേർത്ത് കുളിച്ചിരിക്കുക. ഇനിയിപ്പോൾ ദേ നമ്മൾ ഫീഡർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. സ്പൈഡറാണ് ഇടുന്നത്. അതിൽ മീമെല്ലാം അടിക്കുമോ നമുക്ക് നോക്കാം. ഇതേ കണ്ണപ്പനുണ്ട്, കണ്ണപ്പന അവിടെ സ്പൈഡർ തീറ്റ വെച്ചുകൊണ്ടിരിക്കുന്നു. ഒക്കെ അതിൽ മീനൊക്കെ വല്ലതും കിട്ടുമോ നോക്കാം കേട്ടോ. ഗായ്സ്, അപ്പോൾ നമ്മുടെ ഷെഡിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വലിയ സെറ്റപ്പൊന്നുമില്ല. നമ്മൾ ഒന്നും സാധനങ്ങളൊന്നും എടുത്തൊന്നുമില്ല. നമ്മളിവിടെ കിട്ടണേ ഇത് കണ്ടോ, മൊത്തം ഒരുമാതിരി കാട് പിടിച്ച ഒരു പ്രദേശമായിട്ടാണ് കിടക്കണം. അപ്പോൾ നമ്മളിവിടെ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ വെച്ച് മാത്രം ഒരു ചെറിയൊരു സംഭവം അങ്ങ് സെറ്റ് ചെയ്ത് നമുക്ക് ഇരിക്കാനുള്ളതൊന്നും നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇപ്പം എന്നാ പറയണ വെയിൽ കൊള്ളാട്ട് നിന്നിടാനുള്ളൊരു സെറ്റപ്പ് മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അത് കണ്ണപ്പം ഇപ്പോൾ ചൂണ്ടിട്ടുണ്ടിരിപ്പുണ്ട്. ഞാനും ഏതായാലും ചൂണ്ടിടാൻ പോയി. ഇപ്പോൾ ഏതായാലും നമുക്ക് വല്ലതും കിട്ടുമോ നോക്കാം. നമ്മൾ കുറച്ച് നേരം ഇട്ടായിരുന്നു. ഇട്ടപ്പോൾ ചെറിയൊരു കരിമീപ്പള്ളത്തി മാത്രമേ കിട്ടി. ഇനിയിപ്പോൾ വേറെ വല്ലതൊക്കെ കിട്ടുമോ നോക്കാം. പുല്ലം കൊത്തണുണ്ട് നല്ല രീതിയിൽ. നമുക്കായാലും നോക്കാം. ഗായ്സ്, അപ്പോൾ നമ്മളേതായാലും വീഡിയോ എടുക്കാം. ഫോണിപ്പോൾ അവിടെ കെട്ടി വെച്ചാൽ കേട്ടോ നമ്മൾ വീഡിയോ എടുക്കണത്. രണ്ടുപേരും കഴിച്ചുകൊണ്ട് ഇടുന്ന കാരണം നമ്മൾ കെട്ടി വെച്ചാൽ ഇപ്പോൾ ഫോണിൽ വീഡിയോ എടുക്കണത്. അപ്പോൾ വീഡിയോ എടുക്കാൻ വേറൊരു വഴിയില്ലാത്തതുകൊണ്ടാണ്. അതായത് നമുക്ക് ചൂണ്ടയിട്ട് നോക്കാം. ഗായ്സ്, അങ്ങനെ ഫസ്റ്റ് മീൻ അടിച്ചേക്കാണ്. ആറ്റിയമ്പല്ലിയാണ്. ഗായ്സ്, അവിടെ ഫസ്റ്റ് മീൻ കേട്ടോ, ആറ്റിയമ്പല്ലി. ഇന്നത്തെ ആദ്യത്തെ മീനാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസാട്ടോ. ഫസ്റ്റ് പുല്ലൻ. പയ്യെ മതി. ആ, അത് കലക്കി കാണിച്ചാ. വീഡിയോ കാണിച്ചാ. പോലെ വീഡിയോ കാണിച്ചു കൊടുത്തേ. ഇതാണ് സാധനം. അടിപൊളി ഒരു പുല്ലൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ണപ്പര കിട്ടിയേക്കണം. നല്ല രോഗുവാ. കയ്യെ കൊണ്ടുവന്നേ. മേത്ത് കയറി പിടിക്കണം. പൊക്കെ പോ. അയ്യോടാ പോയടാ. ഇത് പിടിക്കണേ. ചേടാ അടുത്തേനെ പിടിച്ചോളാം. കൊത്തുന്നുണ്ട്. ചെറിയ വേൽ. അത് കണ്ടോ, വിളിക്കത്തോട്ട് വിഴിഞ്ഞ് വെച്ചേക്കോ. എന്താ അയ്യ, ആരാവല്ലേ പൈസാണോ? പൈസാണോ?
പെണ്ണുങ്ങളെല്ലാം കിട്ടുമോ? പെണ്ണുങ്ങളെല്ലാം ഓനെ സൈസ് സാധനം. പെണ്ണുങ്ങൾ കിട്ടും. ഓക്കെ ഗൈസ് അടിപൊളി സൈസ് പറഞ്ഞോ. വൈകുന്നേരം ആയപ്പോൾ സാധനം അടിക്കാൻ തുടങ്ങി കേട്ടോ. ഓനെ പൊളി. എവിടെടാ? ഉയ്യോ എടാ കത്രിക എടുക്കണോടാ. ഗൈസ് അപ്പോൾ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ണപ്പന അടിച്ചേക്കണം. കണ്ണപ്പന കാണിച്ചു കൊടുത്തേക്കണേ. ആ സന്തോഷം നോക്കിയേ. മീൻ അടിച്ചാലും സന്തോഷം കണ്ട. എൻ്റെ നൈസാട്ടെ ആ കഴിഞ്ഞ പ്രാവശ്യം മീൻ അടിച്ചപ്പോൾ കൊളുത്ത് പൊട്ടിപ്പോയി. കാരണം ഞാൻ കൊളുത്ത് വേറെ കെട്ടി അത് ഇട്ടിട്ടൊരു സുഖാകാൻ കാരണം മീനിൻ്റെ വായിൽ നിന്ന് കൊളുത്തെടുത്ത് ഇതിന് രണ്ടാമത് കെട്ടി എടുത്തോണ്ടിരിക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഏതായാലും ഇട്ട് നോക്കാം ഒന്നും കൂടെ അല്ല. ഇനിയിപ്പോൾ നമ്മളെ ഒരു വൈകുന്നേരം വരെ ഇന്ന് ഇവിടുത്തെ മീനിനെ മൊത്തം കളം പറ്റിച്ചങ്ങ് പിടിച്ചിട്ടേ കാര്യമുള്ളൂ. ഇതെന്റെ അനിയത്തി, അവളുടെ കൂട്ടുകാരി. പേര് രഞ്ജിമ. അത് നമ്മുടെ ആരോമല് വന്നിട്ടുണ്ട്. ആരോമല് ഇനി ക്യാമറമാൻ. നമുക്ക് ആയാലും വൈകുന്നേരം ആയ കാരണം ഇനിയിപ്പോൾ മീനൊക്കെ അടിച്ച് കയറാൻ ചാൻസ് ഉണ്ട്. എല്ലാം വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇനി അടിക്കല്ലോ നീ വലിച്ചേ. ആനും ഇല്ലേ ഉണ്ടാ മീനുണ്ടാ വീട് എടുത്തോ. ആ പൊങ്ങി വന്നത് ഇങ്ങ വലി എടാ നിക്ക് നോക്കട്ടെ. വലിച്ചേ വലിക്കുവാടാ. പോന്നില്ലേ? എന്റെ ഫ്രൈഡേ കയറിയിട്ടില്ലല്ലോ. കൂട്ടത്തോടെ അത് കൊളുത്താലല്ലേ. ഇപ്പുറത്ത് വന്നേ ചൂണ്ടേ കൊണ്ടു. പവർ കണ്ടില്ലേ? കൊണ്ടുപോയാൽ മറ്റേ അതേപോലെ നമ്മുടെ വീഡിയോ കിട്ടണുണ്ടോ? പിന്നില്ലേ അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്. എന്ത് കേട്ടാ അത്രേ ഉള്ളു. എടാ ചരിച്ചൊക്കെ പിടിക്കാവോ? നീ ഇങ്ങനെ എടുത്ത് പിടിച്ചു. അങ്ങനെ കണ്ണപ്പ നല്ല അടിപൊളി ഒരു വാളക്കുരി കയറിട്ടുണ്ട്. ഞാൻ ഷോ ചെയ്യാം. എടാ ഒരു ചെമ്പല്ലി കയറിട്ടോ. അതെന്തിയാ ഇതായിരുന്നു കണ്ണപ്പന്റെ സമയം കേട്ടോ. അപ്പതേ നമ്മൾ സ്പൈഡർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനകത്ത് ഇപ്പോൾ കണ്ണപ്പന അടിച്ച് കിട്ടിയ വാളക്കുരി കേട്ടോ. അടിപൊളി വാളക്കുരി. അപ്പോൾ അടിപൊളി സാധനം കേട്ടോ അടിച്ച് കയറിയേക്കാം. അപ്പോൾ ഏതായാലും ഇവനെ അടുത്ത് വെള്ളത്തിൽ ഇട്ടേക്കാം. കയറൊക്കെ ഇട്ട് വെള്ളത്തിൽ ഇടുന്ന കാര്യം പറഞ്ഞ കണ്ണപ്പാ. ഗൈസ് നല്ല അടിപൊളി പണി കിട്ടി കേട്ടോ. സാധനത്തിന് വെട്ടിയെന്ന് കെട്ടി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കയ്യത് കൊമ്പുകൊണ്ട് ബ്ലഡ് തന്നെ ഉണ്ട്. ഇതിനെയൊക്കെ പിടിക്കുമ്പോൾ സൂക്ഷിച്ച് പിടിക്കുക. എല്ലാം ഇതുപോലെ ചെറിയ ചെറിയ പണി കിട്ടും. ഇച്ചിരി വെള്ളം പ്രസ് ചെയ്തിട്ട് ഇടാൻ പറ്റും. എവിടെ പോയി വീണു? ഇത് കണ്ടോണം അടിപൊളിയായിട്ട് ഇവിടെ കൊത്തണുണ്ട്. അവിടെ ഒരു മണ്ടനെ കൊണ്ടുവെക്കുന്നുണ്ട്. വീഡിയോ അപ്പുറത്തല്ല പുല്ലാനാന്ന് തോന്നുന്നു. ഇവിടെ വീഡിയോ എടുക്കാൻ ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പരിപാടിയൊക്കെ നിർത്തുക കേട്ടോ. സന്ധ്യയായി. നമ്മൾ ഉച്ചയായപ്പോൾ വന്ന് ഇരുന്നോ. ഉച്ചയായപ്പോഴാണ് രാവിലെ തൊട്ട് തുടങ്ങിയതാ. ഉച്ചക്ക് പോയി ചോറൊക്കെ കഴിച്ചിട്ട് വന്ന് പിന്നെ ഇരുന്നിപ്പോൾ സന്ധ്യ ആകാറായി. സൂര്യനൊക്കെ അസ്തമിച്ച് തന്നെ. ഏതായാലും നമുക്ക് അത്യാവശ്യം കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ മീനെ ചൂണ്ടയൊക്കെ വലിച്ച് കയറ്റി കഴിഞ്ഞ് ലാസ്റ്റ് കാണിക്കാം കേട്ടോ. സ്പൈഡർ ഇട്ടത് ലാസ്റ്റ് സ്പൈഡറും കൂടെ വലിച്ചിങ്ങ് കയറ്റിയേക്കാന്ന് വെച്ച്.
ഗൈസ് അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് കിട്ടിയ മീനെല്ലാം കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഒരു അടിപൊളി ഒരു വാളക്കുരിയും കിട്ടിയിട്ടുണ്ട്. പിന്നെ ബാക്കി ചെമ്പല്ലിയും പരലും പുല്ലനൊക്കെ കിട്ടിയേക്കണം. നമുക്ക് എന്തായാലും കഷ്ടകാലായിരുന്നു കേട്ടോ. രാവിലെ കുറച്ച് മീൻ കിട്ടിയെങ്കിലും ഉച്ച കഴിഞ്ഞ് കണ്ണപ്പനായിരുന്നു രാശി. കണ്ണപ്പന കിട്ടിയതായിരുന്നു. അപ്പോൾ മീൻ കാണിച്ചു കൊടുത്തറ. ഇത് കണ്ണപ്പന കിട്ടിയ കേട്ടോ. എനിക്ക് 2 ചെമ്പല്ലി മാത്രമേ കിട്ടിയുള്ളൂ. കണ്ണപ്പനായിട്ടൊന്ന് ഭയങ്കര ചലഞ്ച് വെച്ച് മീൻ പിടിച്ചതാണ്. ലാസ്റ്റ് ഞാൻ ചലഞ്ച് മൂഞ്ചി പോയി ഗൈസ്. എന്നാ ചെയ്യാനാ, നമ്മളെ കഷ്ടകാലം. നമ്മളെ ചലഞ്ച് നമ്മളെ നാളെ തിരിച്ചു പിടിക്കും. കണ്ണപ്പന നാളെ സുഖ. കണ്ണപ്പന നാളെ നമ്മൾ ഉറക്കാൻ പ്ലാനിട്ടേക്ക്. ഗൈസ് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. വലിച്ചിട്രാക്കും ഡ്രാഗിട്രാ വലിച്ചോണ്ട് പോയത് അത്ര വിട്ടെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ആൾക്കൂരി ആയിരിക്കും കാട്ടിക്കൊണ്ട് കേൾക്കുക. നീ ഇങ്ങോട്ട് എന്നെ കിടത്ത് ഉറക്കുവോ? നീ പൊങ്ങിയില്ലല്ലോ. ഇന്നലെ അടിച്ചപ്പോൾ പൊങ്ങി വന്നു. അടുക്ക് പൊങ്ങി ഞാൻ കണ്ടായിരുന്നു. വീഡിയോ ഒക്കെ കാണാൻ പറ്റിയില്ല, കാരണം പൊക്കിയില്ല, അങ്ങോട്ടൊന്നും തിരിച്ചില്ല. നിന്റെ ഡ്രാഗ് അടിക്കണ ഇതുവരെ ഞാൻ കേട്ടില്ല ഏട്ടാ. കാലമൊക്കെ നല്ലത് ഞാൻ ഇട്ടേക്കണ സാധനം തന്നെ ഏട്ടാ. ഹെവി മീനാണ് എങ്ങോട്ട് പോകും. ഇപ്പം മീനെ കാണാം. എന്താ ചൂണ്ടടിച്ചു വേണ്ട വിട്ട് കളഞ്ഞു. എടാ ഞാൻ അങ്ങോട്ട് തിരിച്ചു വെക്കാൻ പോയത്. എന്താ ചൂണ്ടടിച്ചപ്പോ എൻ്റെ അത് മാറിയതാ. ഇതിച്ച് വലുതാണ്. ഒറ്റ കുക്ക കയറിയിട്ടുള്ളതെന്ന് തോന്നുന്നു കേട്ടോ. പൊക്കണേ. കാലുപോയി. ഇന്നത്തെ ഫസ്റ്റ് വാളക്കുരി കേട്ടോ. ഗൈസ് വാളക്കുരി ഇന്നത്തെ ആദ്യത്തെ വാളക്കുരി കേട്ടോ. സ്പൈഡർ അടിച്ചാ കേട്ടോ. അത്യാവശ്യം ഒരു 1.5 കിലോ കാണുമല്ലേ? 1-2 കിലോ ഉണ്ട്. 2 കിലോ പൊക്കത്ത് വേണം ആണോ? നമുക്ക് ഏതായാലും ഇവനെ ഇട്ടിട്ട് എറിഞ്ഞിട്ടേക്കാം. നമ്മുടെ കളത്തിലെ പുതിയ അതിഥി കരിമീൻ. നമുക്ക് ഇത്ര ദിവസം ചെമ്പല്ലി, പുല്ലൻ, വാളക്കുരിയായിരുന്നു. ഇന്ന് കണ്ണപ്പന് ഇതേ കരിമീൻ കയറിയിട്ടുണ്ട്. ഇന്നലെ നമുക്ക് ചെറുത് 2 കിട്ടിയായിരുന്നു. പക്ഷേ അത്യാവശ്യം മുഴുത്തത് ഇന്നാണ് ഒരെണ്ണം കയറുന്നത്. കണ്ണപ്പനടുത്തത് ചെമ്പല്ലിനെ കിട്ടിയിട്ടുണ്ട്. കണ്ണപ്പൻ്റെ 2ാമത്തെ മീൻ. ആ ചെമ്പല്ലിനെ കാണിച്ചു കൊടുത്തു. ആറ്റിയമ്പല്ലി കേട്ടോ. കണ്ണപ്പ ചിരിച്ചാടാ. ചിരിയെന്ന് കണ്ടേ. അവനൊരു കരിമീൻ അടിച്ചിട്ടുണ്ട്. എൻ്റെ ഇച്ചിരി വലുതാ. അടിച്ചിട്ടേ ആളെ അനങ്ങാണ്ട് കിടക്കണം. നമ്മൾ തീറ്റ പോയാൽ നോക്കാൻ വേണ്ടി ചുമ്മാ ഒന്ന് വലിച്ചു പൊക്കി നോക്കിയതാ. അല്ല കിടിലം പാള കൊടുക്കാൻ പറ്റും. പാളയെന്നൊന്നും പറയാൻ പറ്റില്ലല്ലേ? ഉള്ളതില്ല. പാളയെന്ന് പറയാനുള്ളതൊന്നും ഇല്ല കേട്ടോ. അവൻ്റെ കൈയുടെ സൈസ് വെച്ച് അടിപൊളി കരിമീൻ. അവൻ്റെ കൈ വെച്ചോണ്ട് കേട്ടാ. ഇതിനൊക്കെ പിടിക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. കൊമ്പൊന്നും കയറരുത്. പണി പാളും. നമുക്ക് കരിമീൻ ഫ്രൈ ഇടിക്കാം. അയ്യോ ആ പണി പാളിയാ. അത് കേട്ടോ അതേ കൊളുത്ത് കളഞ്ഞു. കണ്ണപ്പനത് അടുത്ത ചെമ്പല്ലി. അടിപൊളി ചെമ്പല്ലി കയറിയേക്കാണ്. ഇന്നത്തെ ദിവസം ഏതായാലും ഞങ്ങൾക്ക് കൊള്ളാം കേട്ടോ. ഞാനായാലും ഇടുക. നമ്മൾ വെറുതെ ലാഗ് അടിക്കണല്ലോ. ഇന്ന് ഇവിടുത്തെ മീനെ മൊത്തം നമ്മൾ പിടിച്ച് കയറ്റിയേക്കേ. അവനന്നേരം ഒരു പരലുണ്ട്. സ്പൈഡർ ഒരു പരൽ, സ്മോൾ പരൽ. അവൻ അടിച്ചെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് ബ്രൈഡൊക്കെ വിട്ട് തന്നു. എൻ്റെ ബ്രൈഡെ തട്ടണണ്ടാ.
ഓ ഇവിടെ കിട്ടും. അടി തന്നെ ഇല്ലല്ലേ, ചെറിയ മീനാന്ന് തോന്നുന്നു. അവന് 2 പരല് കിട്ടിയേക്കാണ്. ഒരെണ്ണത്തിനും കൂടെ ഉള്ളുണ്ട്. നീ കിട്ടോ, ഞാൻ നോക്കി അവിടെ വെക്കാതെ. ഒരെണ്ണത്തിന്റെ വാലയിലാണ്. ഒരു കുറുവയുടെ കുഞ്ഞാണ്, ഒരു കുറുവയും പിന്നെ ഒരു പരലുവാ. ഉണ്ടല്ലോ. ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് തീറ്റ കേട്ടോ. ലാസ്റ്റ് തീറ്റ നമ്മുടെ തീറ്റയൊക്കെ തീർന്നു. അതിൽ എറിഞ്ഞിട്ടേക്കാം. ലാസ്റ്റ് തീറ്റയിൽ ഒരു കൊമ്പൻ അടിക്കുമെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. നോക്കാം. ഇത്രയും ലോങ്ങൊക്കെയാണ് എറിഞ്ഞിരുന്നത്. സെറ്റേറായിട്ട് എറിഞ്ഞേക്കണം. നമ്മളെ അവിടെ തന്നെ കിടന്ന് മീൻ മറിഞ്ഞുകൊണ്ടിരുന്നത്. നമ്മളെ കൊണ്ട് അതിൻ്റെ അപ്പുറത്ത് പോകാനുള്ള നീളയുള്ളു. കാഴ്ചപ്പത്തേ നമ്മുടെ ലാസ്റ്റ് തീറ്റ എറിഞ്ഞിട്ട് ചെറിയ പരലാണ്ട് അടിച്ചു കിടപ്പുണ്ട് കേട്ടോ. നമുക്ക് പിന്നെ കഴിച്ചുകൊണ്ടാലും കൊത്തൊക്കെ നിന്ന് വെള്ളം ഇറക്കിയിരുന്ന വെള്ളം തോന്നുന്നു. കൊത്തൊക്കെ നിന്ന് അതിൽ നമുക്ക് ചൂണ്ട വലിച്ചേക്കാം. ഗൈസ്, ഒരു കോള് വന്നപ്പോൾ മറ്റേ അത് നിന്ന് പോയായിരുന്നു കേട്ടാ, ക്യാമറ നിന്ന് പോയായിരുന്നു. ലാസ്റ്റ് തീറ്റയിലൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പരല് കിടന്ന് അടിക്കണുണ്ടാകുന്നില്ല നമുക്ക്. ഒന്നുമില്ല, നമ്മൾ പോയേക്കുവാണ്. ഗൈസ്, ലാസ്റ്റ് തീറ്റ ഇന്നത്തെ ദിവസം നമ്മളെ മനസ്സ് മടുപ്പിച്ചൊന്നുമില്ല കേട്ടോ. നല്ല ദിവസമായിരുന്നു. നമ്മൾ 2 ദിവസത്തെ കൂടെ വീഡിയോ കേട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യണത്. ഗൈസ്, അപ്പോഴേ നമ്മുടെ 2ാമത്തെ ദിവസത്തെ പരിപാടി ആയതായാലും അത് നമ്മൾ നിർത്തി കേട്ടോ. ഇപ്പോൾ ഏതായാലും നമുക്ക് ലാസ്റ്റായിട്ട് കിട്ടിയ മീനിനെയൊക്കെ കാണിച്ചു തരാം. ഗൈസ്, അപ്പോഴേ നമുക്ക് കിട്ടിയ മീനെ കാണിച്ചു തരാം കേട്ടോ. ഇത്ര മീനെ നമുക്കിന്ന് കിട്ടിയേക്കണത്. ചെമ്പല്ലി ഇന്ന് നമുക്ക് ഇത്ര ദിവസം വന്നിട്ട് ഏറ്റവും കുറവ് ചെമ്പല്ലി കിട്ടുന്ന ദിവസം ഇന്നാണ്. വലിയ കരിമീൻ കിട്ടി. ഇത് കണ്ടതേ, കിട്ടില്ല ഒരു വാളക്കൂരി, നല്ലൊരു അടിപൊളി കരിമീൻ, പിന്നെ ഒരു ചെറിയൊരു കരിമീപ്പള്ളത്തി, പിന്നെ 3 പരല്. ഇവന്മാരെ സ്പൈഡർ അടിച്ച് കയറിയത് കേട്ടോ. ഗൈസ്, ഏതായാലും നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ 2 ദിവസത്തെ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യണത്. പിന്നെ എന്താ പറയുക, ഇനിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ ബൈ.